കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി പാറശാല മുരിങ്ങര JP ഹൗസിൽ ഷാരൂൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്നാണ്. ഷാരൂണിന്റെ പെൺസുഹൃത്തായിരുന്ന പാറശാല സ്വദേശി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണ് എന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ, വിഷം നൽകൽ, കൊലപാതകം, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ഗ്രീഷ്മയ്ക്കെതിരെ തെളിഞ്ഞത്. തെളിവ് നശിപ്പിച്ചു എന്ന കുറ്റമാണ് നിർമ്മലകുമാരൻ നായരുടേത്. ഒന്നാം പ്രതിക്ക് വധശിക്ഷ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. നമുക്ക് റിപ്പോർട്ട് കണ്ടതിന് ശേഷം ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. തിരുവനന്തപുരം പാറശാല സ്വദേശി ഷാരോൺ രാജിനെ ജ്യൂസിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ കേസിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. ഷാരോൺ രാജിന്റെ പെൺസുഹൃത്ത് ഗ്രീഷ്മയാണ് ജ്യൂസിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയത്. പ്രതിയായ ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം. പ്രതിയുടെ പ്രായം, സാമൂഹ്യ പശ്ചാത്തലം, മുൻപ് പ്രതി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല തുടങ്ങിയ കാരണങ്ങളാണ് ശിക്ഷ കുറച്ചു നൽകാനായി പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുന്ന വാദം. ഒന്നാം പ്രതി ഗ്രീഷ്മ, മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മൽകുമാർ തുടങ്ങിയവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന വാദത്തിൽ തുടർ വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുക്കണമെന്ന് പ്രതി ഗ്രീഷ്മ രേഖാമൂലം കോടതി അറിയിച്ചിരുന്നു. 2022 ഒക്ടോബർ 14-നാണ് സുഹൃത്തായ ഷാരോണിനെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനായി മാരക രാസകീടനാശിനി വീട്ടിൽ വിളിച്ചു വരുത്തി ജ്യൂസിൽ കലർത്തി കുടിപ്പിച്ചത്. തുടർന്ന് ഷാരോണിന്റെ ആന്തരിക അവയവങ്ങൾ ദ്രവിച്ചു പോവുകയും 11 ദിവസം മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം മരണപ്പെടുകയും ചെയ്തു. ഷാരോൺ രാജിന്റെ അവസാന മൊഴിയും വീട്ടുകാരുടെ സംശയവുമാണ് ഗ്രീഷ്മയിലേക്ക് അന്വേഷണം എത്തിയത്. കേസിൽ രണ്ടാം പ്രതിയായി ഗ്രീഷ്മയുടെ അമ്മയെ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും പോലീസിന് അമ്മ സിന്ധു കുറ്റം ചെയ്തു എന്ന തരത്തിൽ യാതൊരു തെളിവുകളും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ജനം, തിരുവനന്തപുരം. വിവരങ്ങളുമായി ശാലിനി ഷാരൂണിൻ്റെ വീട്ടിൽ നിന്നൊപ്പം ചേരുന്നുണ്ട്. ശാലിനി, കഴിഞ്ഞ ദിവസം ഈ ശിക്ഷ കുറ്റക്കാരാണെന്ന് ഇവർ കോടതി പറയുന്ന ദിവസം നമ്മൾ കണ്ടതാണ് ആ അമ്മയുടെയും അച്ഛൻ്റെയും കരച്ചിൽ. അമ്മ 2 വർഷത്തിന് ശേഷവും അവരുടെ കണ്ണിൽ ആ ഷാരൂണുണ്ട്. കാരണം വീട്ടിൻ്റെ നാഥനാകേണ്ട ചെറുപ്പക്കാരനായിരുന്നല്ലോ. ആ അമ്മയുടെ നിറകണ്ണുകൾ നമ്മൾ കണ്ടതാണ്. ഇന്ന് ആ വീട്ടുകാർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? പരമാവധി ശിക്ഷ എന്നവർ പറയുന്നുണ്ട്. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ സ്വന്തം മകന്റെ ജീവന്റെ വിലയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് കഴിഞ്ഞ 2 വർഷമായി ഷാരോണിന്റെ കുടുംബം നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട വൈകാരിക പ്രകടനങ്ങളൊക്കെ അതിന്റെ നേർസാക്ഷ്യമാണ്. സഹോദരൻ മരിച്ചിട്ട് അല്ലെങ്കിൽ സഹോദരൻ നഷ്ടമായിട്ട് ആ സഹോദരന് എതിരെ നിന്ന് അല്ലെങ്കിൽ സഹോദരനെ കൊലപ്പെടുത്തിയ ആ പെൺകുട്ടിക്ക് നേരെ കൃത്യമായി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഒരു സഹോദരൻ നടത്തിയ പോരാട്ടത്തിന്റെ കഥ കൂടി ആണ് ഇന്നത്തെ ഈ വിധി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. രാവിലെ 11 മണിയോടുകൂടിയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി കേസിൽ വിധി പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് 2ാമത്തെ കേസായിട്ട് ഇത് പരിഗണിക്കും എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാറശാലയിലെ ഷാരോണിന്റെ വീട്ടിലാണ്. എനിക്കൊപ്പം സഹോദരൻ ഷിമോൻ കൂടി ചേരുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2 വർഷം നീണ്ട പോരാട്ടം, കഴിഞ്ഞ 2 വർഷം നീണ്ട നിയമ നടപടികൾ, അതിനൊടുവിൽ ഇപ്പോൾ കുറ്റക്കാരിയാണ് ഗ്രീഷ്മ എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. 3ാം പ്രതിയായി തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾക്ക് അമ്മാവൻ നിർമ്മൽകുമാർ ഗ്രീഷ്മയ്ക്കൊപ്പം നിന്നുവെന്നും കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ശേഷമാണ് കഴിഞ്ഞ ദിവസം വിധി പറയുമെന്ന് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ദിവസം അന്തിമവാദം പൂർത്തിയാക്കി. ഇരു ഭാഗങ്ങൾക്കും പറയാനുള്ള കാര്യങ്ങൾ കോടതി വിശദമായി തന്നെ കേൾക്കുകയും ഇന്നത്തേക്ക് വിധി മാറ്റുകയുമായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ 11 മണിയോടുകൂടി ആ കേസിൽ നിർണായകമായി, പക്ഷേ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച അത്യപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു കേസിന്റെ വിധി വരികയാണ്. കുടുംബം തന്നെ നമുക്കൊപ്പം പ്രതികരിക്കുകയാണ്. ഇപ്പം കോടതി പറയുന്നത്, പ്രോസിക്യൂഷൻ പറയുന്നതൊക്കെ പരമാവധി ശിക്ഷ ലഭിക്കണമെന്നുള്ളതാണ്. അതേസമയം തന്നെ പ്രതിഭാഗം പറയുന്നത് പ്രായം പരിഗണിച്ചുകൊണ്ടുള്ള ഇളവുകൾ വേണമെന്നുള്ളതാണ്. കുടുംബം എന്താണ് ഈ നിമിഷം ആവശ്യപ്പെടുന്നത്? ഞങ്ങളുടെ പ്രതീക്ഷ പോലെ തന്നെയായിരുന്നു അന്ന് പ്രോസിക്യൂട്ടറും കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വധശിക്ഷ തന്നെയായിരുന്നു ഞങ്ങളും പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ അത് തന്നെയായിരുന്നു സാറും വാദിച്ചത്. അതിനുവേണ്ടിയുള്ള എല്ലാ പോയിന്റ്സും സാറൊന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി വിധി ഇന്ന് വരും. അപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഒരിക്കലും പ്രതിഭാഗം പറഞ്ഞത് വെച്ചിട്ട് സ്വാധീനപ്പെടുമെന്നോ അല്ലെങ്കിൽ അതൊരു ശിക്ഷയെ കുറയ്ക്കുമെന്നോ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെയുള്ള വാലിഡായിട്ടുള്ള ഒരു റീസൺസ് ഒന്നും അല്ല അത് പ്രതിഭാഗം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് കോടതിയിൽ വിശ്വാസമുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. പ്രതിഭാഗവും ഒപ്പം തന്നെ ഗ്രീഷ്മയും കോടതിയിൽ അന്ന് ചില ന്യായീകരണങ്ങൾ, അവരുടെ ഭാഗത്തുള്ള വിശദീകരണങ്ങൾ പറഞ്ഞു. ബ്ലാക്ക് മെയിലിംഗ് ചെയ്തു, അതുകൊണ്ട് തീരെ നിവൃത്തിയില്ലാത്ത രീതിയിൽ ഇങ്ങനൊരു കൃത്യം നിർവഹിച്ചതാണ്. അതേസമയം തന്നെയാണ് പ്രതിഭാഗം പറയുന്നത് കുട്ടി ഒരു മാനസിക വൈകല്യം പോലെയാണ് ബ്ലാക്ക് മെയിലിംഗ് അടക്കം നടത്തിയത്. അങ്ങനെ എന്തെങ്കിലും സൂചന, അങ്ങനെ ചെയ്യുന്ന ഒരു സഹോദരനാണോ ഷാരോൺ? ഇല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. കാരണം അവൻ സ്നേഹിച്ചിരുന്നു എന്നുള്ളൊരു തെറ്റ് മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവനിങ്ങനെ സംഭവിച്ചത്. അവസാനം വരെയും അവൻ ഗ്രീഷ്മയുടെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവൻ മരിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പപ്പ എടുത്ത് പോലും ആ കാര്യം
അന്ന് രാവിലെ വ്യക്തമാക്കി എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലാതെ അവൻ ഇങ്ങനെ ചെയ്യുന്നൊരു കുട്ടിയല്ല, അതുപോലെ ക്രിമിനൽ പശ്ചാത്തലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് എന്തും പറയാം, അത് ഏത് രീതിയിലാണ് പറഞ്ഞത് എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അതൊന്നും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെ ഒരു കാര്യങ്ങളെ ഒന്നുമില്ല. അപ്പോൾ ഏത് രീതിയിലാണ് അയാൾ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ല. ഗ്രീഷ്മ ഇപ്പോൾ പറയുന്നത് പ്രായത്തിന്റെ കാര്യം പരിഗണിച്ചുകൊണ്ട് ഇളവ് വേണം, ഇനി തുടർന്ന് പഠിക്കണം. അപ്പം ഷാരൂണിന് ഇതൊന്നും വേണ്ട എന്നുള്ളതാണോ നിങ്ങളുടെ കുടുംബം? അതെ, എൻ്റെ അനിയനും BSc റേഡിയോളജി ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. റിസൾട്ട് വന്നായിരുന്നു, അവൻ പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രതീക്ഷയും അവൻ്റെ പഠിത്തം അതൊന്നും ഇവിടെ വിലയില്ലാണ്ടാകുമോ എന്നാണ് ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ. അതുമാത്രമല്ല, പ്രതിഭാഗം പറഞ്ഞതുപോലെ ഒരു ഏജ് കുറവാണ്, അല്ലെങ്കിൽ പഠിപ്പുണ്ട്, ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ശിക്ഷ കുറച്ച് കൊടുക്കണമെന്നുള്ള ഒരു വാദം, അത് പുള്ളി ഏത് ആംഗിളിൽ ചിന്തിച്ചിട്ടാണ് ആ ഒരു ന്യായം അവിടെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം അത് ബാക്കി ഇനി ക്രൈം ചെയ്യാൻ പോകുന്ന പലർക്കും അതൊരു പ്രചോദനമാകത്തേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമുക്കായാലും ഇപ്പോൾ അങ്ങനെ ഒരു ഏജ് കാറ്റഗറിയിലോ അല്ലെങ്കിൽ നല്ലൊരു പഠിക്കണ ഒരു ആളിനെ തിരഞ്ഞെടുത്തിട്ട് എല്ലാവർക്കും കുറ്റകൃത്യം ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് പുള്ളി പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ ശിക്ഷ ഒരുപാട് കുറഞ്ഞു പോകുമല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെ ഒരിക്കലും ഉണ്ടാകത്തില്ല എന്നാണ് വിശ്വാസം. ബഹുമാനപ്പെട്ട കോടതിയിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. ആ ഒരു ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് കൃത്യമായി, അതായത് ഇനി തെറ്റ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ കുറ്റക്കാർക്ക് മറുപടി നൽകുന്ന ഒരു വിധി തന്നെയായിരിക്കും ഇന്ന് വരിക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു മാതൃകാപരമായിട്ട്, സമൂഹത്തിന് മാതൃകാപരമായിട്ടുള്ള ഒരു വിധി തന്നെയായിരിക്കും. ഞങ്ങൾക്ക് നീതി കിട്ടുന്ന ഒരു വിധി തന്നെയായിരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കുടുംബം പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു വിധി തന്നെ ലഭ്യമാകുമെന്നുള്ളതാണ് നമ്മൾ മാധ്യമങ്ങളും പ്രതീക്ഷിക്കുന്നത്. കാരണം 2022 ഈ സംഭവം നടക്കുമ്പോൾ ഷാരൂണിന്റെ ഈ വീട്ടിലേക്ക് ആദ്യമായി എത്തിയത് അന്ന് ജനം ടിവിയാണ്. ജനം ടിവിയിലൂടെയാണ് അന്ന് ഈ വാർത്ത, ഒരു സ്വാഭാവിക മരണം തലസ്ഥാനത്ത് അല്ലെങ്കിൽ പാറശാല ബോർഡറിൽ സംഭവിച്ചിട്ടുണ്ട്, അത് കുടുംബത്തിന് സംശയമുണ്ട്, സഹോദരനടക്കമുള്ളവർ അന്ന് പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇന്ന് ആ കേസിന്റെ വൈകാരികത മാറിയിരിക്കുകയാണ്. പ്രായത്തിന്റെ പക്വത അല്ലെങ്കിൽ പ്രായത്തിന്റെ പക്വതക്കുറവ് മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് ശിക്ഷയിൽ ഇളവ് നൽകരുത് എന്നുള്ളതാണ് കുടുംബം ഈ ഘട്ടത്തിൽ പറയുന്നത്. കാരണം അതൊരു തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകുകയും ചെയ്യും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി, ശിക്ഷ അവർക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നതും. ഇവർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വധശിക്ഷ കിട്ടാനുള്ള എല്ലാ വകുപ്പുകളും ഗ്രീഷ്മയ്ക്കെതിരെ ഉണ്ട്. പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദിച്ചതും നമ്മൾ കണ്ടതാണ്. കാരണം ഒരു ചെകുത്താന്റെ മനസ്സോടുകൂടി ഗ്രീഷ്മ പ്രവർത്തിച്ചു, ഒരിക്കലും ഒരു മനുഷ്യന്റെ മനസ്സോടുകൂടി ആയിരുന്നില്ല എന്നുള്ളതാണ് അന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചത്. അതേസമയം തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതുപോലെ ഈ സ്നേഹബന്ധത്തിന് വിലയില്ലാതെ അല്ലെങ്കിൽ സ്നേഹത്തിന് ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രണയത്തിന്റെ രക്തസാക്ഷി കൂടിയാണ് ഷാരോൺ എന്നുള്ളതാണ്. എന്തായാലും ഇനി ഇത്തരത്തിൽ തെറ്റ് ചെയ്യുന്നവർക്ക് ഒരു മാതൃകയാക്കേണ്ട വാദപ്രതിവാദങ്ങളെല്ലാം ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയതിനു ശേഷം കോടതിയിൽ നടന്നതിനും ശേഷം ഈ നിയമവൃത്തങ്ങൾ, നിയമവിദഗ്ധർ ഒക്കെയും ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ഏത് തരത്തിലുള്ള ഒരു വിധിയായിരിക്കും വരിക? പക്ഷെ വീട്ടുകാർക്കും അത് ഒരു കണക്കുകൂട്ടൽ ഉണ്ടാകുമല്ലോ. വീണ, പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ അതിൽ കൃത്യമായ സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴികൾ, ഡിജിറ്റൽ തെളിവുകളൊക്കെ പരിഗണിക്കപ്പെടും. ഇവിടെ ഷാരൂണിന്റെ കേസുകൾ നോക്കുകയാണെങ്കിലും ഏകദേശം 4ഓളം കൃത്യമായ വകുപ്പുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ തെളിവ് നശിപ്പിക്കലുണ്ട്, കൊലപാതകമുണ്ട്, ഗൂഢാലോചനയുണ്ട്. അങ്ങനെ കൃത്യമായ വകുപ്പുകൾ ഗ്രീഷ്മയ്ക്ക് എതിരായിട്ടുണ്ട്. ഒരു വധശിക്ഷ കിട്ടാനുള്ള എല്ലാ വകുപ്പുകളും ഗ്രീഷ്മയ്ക്കെതിരെ ഉണ്ട്. ഒപ്പം തന്നെയാണ് അമ്മാവൻ കൂടിയായ നിർമ്മൽ കുമാറിനെതിരെയും സാഹചര്യ തെളിവുകളും ഒപ്പം തന്നെ സാക്ഷിമൊഴികളും തെളിവുകളും ഒക്കെ എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ചില കേസുകൾ വരുമ്പോൾ സ്വാഭാവികമായും വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും ഒക്കെ കൃത്യമായി തന്നെ കോടതി കേൾക്കും. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ അന്തിമവാദം, ഈ ശിക്ഷാവിധി എന്ന് പറഞ്ഞ ദിവസം ശിക്ഷ വിധിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു കുറ്റക്കാരിയാണ് എന്ന് കണ്ടതിന് ശേഷമുള്ള അന്തിമവാദത്തിൽ ഇരുഭാഗങ്ങൾക്കും പറയാനുള്ളത് കൃത്യമായി കോടതി കേട്ടത്. എന്തായാലും ഈ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്നൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു വിധി പറയുകയല്ല, പകരം അതിനെ വിശദമായി പഠിക്കാനുള്ളൊരു സമയമാണ് കോടതി എടുത്തിരുന്നത്. പിന്നീട് ഇന്നലെ അവധി ദിവസമായിരുന്നു, തൊട്ടു പിന്നാലെ ഇന്ന് വിധി പറയാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാ രീതിയിലും എല്ലാ ഘടകങ്ങളും പരിശോധിച്ചതിന് ശേഷം ഒരു മാതൃകാപരമായ നടപടി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പ്രോസിക്യൂഷനും അത്തരത്തിലുള്ള ചില തെളിവുകൾ അടക്കമാണ് ഹാജരാക്കിയിട്ടുള്ളത്. കാരണം ഒരു സാഹചര്യ തെളിവുകളുടെ അല്ലെങ്കിൽ ഈ നിലവിലെ സാഹചര്യങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഇവരെ വെറുതെ വിടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവർക്ക് ഇളവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് പൊതുസമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നുള്ളതാണ്. എന്തായാലും മനുഷ്യത്വത്തിന് നിരക്കാത്ത ചെകുത്താനെ പോലെ പെരുമാറിയ ഗ്രീഷ്മയ്ക്ക് കൃത്യമായ
നടപടി വേണമെന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. അതിൽ വധശിക്ഷയാണോ, ഇരട്ട ജീവപര്യന്തമാണോ, ജീവപര്യന്തമാണോ, എന്താണ് എന്നുള്ളതാണ് നമ്മുടെ മനസ്സ് നോക്കുന്നത്. ഒപ്പം തന്നെ ഈ നാട് കാത്തിരിക്കുന്നതും അത്തരത്തിലൊരു വിധിക്കായിട്ടാണ്. എന്തായാലും രാവിലെ 9 മണിയോടുകൂടി ഈ കുടുംബം മുഴുവനുമായി അച്ഛനും അമ്മയും സഹോദരനും അടക്കമുള്ളവർ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് പോകും. തൊട്ടു പിന്നാലെ തന്നെ തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിലവിൽ ഉള്ള ഗ്രീഷ്മയെ കോടതിയിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതിനുശേഷം ഇരുവരുടെയും സാന്നിധ്യത്തിലാകും അതിനിർണായകമായി കേസിന്റെ നിർണായകമായ വിധി ഇന്ന് കോടതി പ്രഖ്യാപിക്കാൻ പോകുക. കാത്തിരിക്കുകയാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ഒരു കേസിന്റെ വിധിക്കായി. ശരി, അപ്പോൾ ഈ ഏതായാലും ഇന്ന് കുടുംബം മുഴുവനുമായി പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ശിക്ഷാവിധി കുറ്റക്കാരെന്ന് തെളിഞ്ഞ ദിവസം പറഞ്ഞത്, അമ്മ ഇനിയൊരിക്കൽ കൂടി ആ ഗ്രീഷ്മയുടെ മുഖം കാണാൻ എനിക്ക് മനസ്സില്ല, അതിനുള്ള കരുത്ത് എനിക്കില്ല എന്നാണ് പറഞ്ഞത്. അച്ഛൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ പോയിരുന്നില്ല. ഇന്നിപ്പോഴും മകനാണ് വന്ന് പ്രതികരിച്ചത്, അതായത് ഷാരോണിൻ്റെ സഹോദരനാണ് വന്ന് പ്രതികരിച്ചത്. പക്ഷേ ഇന്നവർ ഒരുമിച്ച് പോവുകയാണ്. ഞങ്ങൾക്ക് ആ വിധി എന്തെന്ന് നേരിൽ കാണണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം.